നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നുമല്ല ഇന്നലെ സുമി നിനക്ക് പിടിപ്പില്ലാത്തവളായത്. ഈ കുടുംബം ഇത്രയും കാലം ഇങ്ങനെ ഓടിപ്പോയത് അവളുടെ ഒരുത്തിയുടെ പിടിപ്പ് കൊണ്ട് മാത്രമല്ലേ? ഓ തുടങ്ങി. അല്ലേലും എനിക്കറിയായിരുന്നു. പണ്ടേ സുമയെ പറഞ്ഞ ചന്ദ്രേട്ടന് പിടിക്കില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, കാര്യങ്ങളുടെ കിടപ്പുവശം ഒക്കെ നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് ചന്ദ്രേട്ട. അനുരാധയ്ക്ക് ന്യായമായും നന്ദുവിനോടല്ലേ താല്പര്യം കൂടുതലുണ്ടാവുക. അവളല്ലേ നിതീഷിന്റെ ഭാര്യ. അനുരാധയുടെ മോൻ നിതീഷല്ലേ, ഗിരിയല്ലല്ലോ. അങ്ങനൊരു വ്യത്യാസം അവർക്കുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആ എന്നാ അതുണ്ട്. എനിക്കും ഈ അടുത്തിടെ അത് മനസ്സിലായത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അനുരാധയെ ചന്ദ്രേട്ട. നന്ദു കാരണം നമുക്ക് ആ കുടുംബത്തിൽ ഇപ്പൊ വലിയ വിലയായി. അതൊക്കെ നിക്കട്ടെ, നാളത്തെ വിരുന്നിന് നീ ഗിരിയും സുമിയും ക്ഷണിച്ചോ? അതോ വിലയും മതിപ്പോ കളക്കുന്നതിന്റെ ഇടയ്ക്ക് അതും മറന്നോ? ആ വിളിച്ചു. നാളെ നിതീഷ് മോനെ നന്ദുവും വരുമ്പോ കൂടെ വന്നേക്കണമെന്ന് ഞാൻ സുമിയോട് പറഞ്ഞിട്ടുണ്ട്. ഗിരിയോട് അവള് പറഞ്ഞോളൂ. ഞാനൊന്ന് നടു നിവർത്തട്ടെ. നാളെ അടുക്കളയിൽ പിടിപ്പത് പണിയുള്ള ദിവസമാ. എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. അതെ, പുസ്തകമൊക്കെ മടക്കി കിടക്കാറാവുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കരുത്. എന്താ പറയാനുള്ളത്? ഗിരിക്ക് നാളെ ഉച്ചയ്ക്ക് എന്താ പരിപാടി? നാളെ വേറെന്താ, ഓഫീസ് ജോലി തന്നെ. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഫ്രീ ആവാൻ പറ്റുമോ? നീ കാര്യം പറ സുമി, എന്നിട്ട് പറയാൻ ഫ്രീ ആവാൻ പറ്റൂല. നാളെ നന്ദുവിനും നിതീഷിനും എന്റെ വീട്ടിലൊരു വിരുന്ന് കൊടുക്കുന്നുണ്ട്. അവര് പുതുമോടിയല്ലേ, അവർക്ക് വിരുന്ന് കൊടുക്കുന്നതിന്റെ കൂടെ നമ്മളെയും കൂടെ വിളിച്ചിട്ടുണ്ട് അമ്മ. ഞാനില്ല, എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ ഒറ്റയടിക്ക് പറ്റില്ലെന്ന് പറയില്ലേ ഗിരി? പിന്നെ ഞാൻ എന്തു പറയണം സുമി? ആ വെറുക്കപ്പെട്ടവന്റെ കൂടെ വന്നിരുന്ന് സദ്യ ഉണ്ടാവുന്നോ? മറ്റെവിടെ അല്ലല്ലോ ഗിരി, എന്റെ വീട്ടിലല്ലേ. എന്റെ അമ്മ ഇന്നിവിടെ വന്നിരുന്നു. വിരുന്നിന് നമ്മളെയും കൂടെ ക്ഷണിച്ചിട്ടാ പോയത്. പോവാതിരുന്ന അവർക്ക് എന്ത് തോന്നും? ഈ ചോദിക്കുന്നതിന്റെയൊക്കെ ഉത്തരം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ സുമി? ഗിരി, ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഗിരി നാളെ വരണം. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോ ശരിക്കും ബുദ്ധിമുട്ടിലാവുന്നത് ഗിരിയാണെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഗിരി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. ഇപ്രാവശ്യത്തെ കൂടി എനിക്ക് വേണ്ടി ഗിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ പ്ലീസ്. ആ ശരി, ഞാൻ വരാം. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ ശങ്കരൻ, ആ പ്ലേറ്റ് എടുത്ത് അകത്തേക്ക് വെച്ചേ. എടുത്ത് വയ്ക്കാൻ. എന്താ ബാലേന്ദ്ര? താനിങ് വാടോ. എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം, താനാദ്യം വാ. ബാലേന്ദ്ര വാടോ. എന്റെ കാശൊക്കെ ഉണ്ട്. നീ ഇവിടെ സ്വർണത്തിന്റെ നോട്ട് കൊണ്ടുവന്നാലും നിനക്ക് ഇവിടെ ഭക്ഷണം ഇല്ല ശങ്കര. കുടുംബശ്രീ ഹോട്ടൽ ഇലനക്കി പട്ടികൾക്ക് കയറാൻ ഇറങ്ങാനുള്ളതല്ല ഹൃദയശ്രീ. ഇവിടത്തെ ന്യൂസ് പിടിച്ച അപ്പുറത്തേക്ക് കൊടുത്തിട്ട് പറ്റുപണി തീർക്കാനുള്ള പുതിയ അങ്ങ് മനസ്സിൽ വെച്ചാ മതി.
അയ്യോ അയ്യോ ശങ്കരേട്ടാ ശങ്കരേട്ടാ എഴുന്നേക്ക്. ഒന്നും പറ്റിയില്ലല്ലോ. ഇതുപോലെ തെങ്ങും പനയും കയറി വിയർത്ത് നാറി നടക്കുന്ന ശവങ്ങൾക്കൊക്കെ അവിടെ കുടുംബശ്രീ ഹോട്ടലിനകത്ത് ഇലയിട്ടിരുത്തി സൽക്കാരം നടത്തിക്കൊള്ളണം. അവിടെ വേണ്ടാത്തതുങ്ങളെയൊക്കെ ഇങ്ങോട്ട് ചവിട്ടി തള്ളാൻ ഇത് കുടുംബശ്രീ ഹോട്ടലിന്റെ ചവറ്റുകൊട്ടയല്ല. ഭക്ഷണം വച്ചിട്ട് കഴിക്കാൻ ആള് വന്നില്ലെങ്കിൽ ബാലേന്ദ്രൻ അത് വെട്ടിമൂടും, മനസ്സിലാണോ? അയ്യോ അയ്യോ എന്തെങ്കിലും പറ്റി ശങ്കരേട്ടാ? ഇല്ല, ഇങ്ങോട്ട് വന്നേ. അത് വേണ്ടായിരുന്നു ബാലേട്ടാ. രാവിലെ മുതൽ ഒരു ഈച്ച പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാളെങ്കിൽ ഒരാള് അത്രയാവുമായിരുന്നല്ലോ. വേറെ ഹോട്ടലിൽ പോകുന്ന ആരും ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞാ അത് പറ്റുമോ? അങ്ങനെയെങ്കിൽ കച്ചവടം നടത്താൻ പറ്റുമോ? പേർ തൊഴിച്ച് ജോലി ചെയ്യുന്നവർ വരാൻ പാടില്ലാന്ന് ബോർഡ് വെക്കാൻ പറ്റില്ല. ഓ, അങ്ങനെയാണല്ലേ? ആ, വാ ശങ്കരേട്ടാ, കുടുംബശ്രീന്ന് കഴിക്കാം. വേണ്ട ശാന്തേ, വിശപ്പ് പോയി. പോരെങ്കി മേലാകെ മണ്ണും പൊടിയുമായി. ഒന്ന് കുളിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ വിഷ്ണുവേട്ടനടക്കം ഒന്നും എനിക്ക് വീട്ടിൽ നിന്ന് വേണ്ട. ആ പാഴ്ജന്മത്തെ നീ തന്നെ എടുത്തോ. പക്ഷേ നീ അങ്ങനല്ല. നിന്നെ ഇറക്കി വിട്ടിട്ടും ഭാമാന്റിയുടെ സ്വത്തിൽ കണ്ണുവെച്ചാണ് നീ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കൊച്ചിനോടുള്ള പൊളിച്ച സ്നേഹം അതിന് തണലും. നാണോ ഇല്ലേടി നിനക്ക്? ആ, ഞാൻ കുറ്റം പറയുന്നില്ല. വിഷ്ണുവേട്ടന്റെ കഴുത്തെ നീ തൂങ്ങിയത് തന്നെ ഭാമാന്റിയുടെ സ്വത്ത് കണ്ടിട്ടാണല്ലോ. പരിയമ്പറത്ത് കുഴികുത്തി ഇലയിട്ടിരുന്നോ, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഒരമ്മ. ശാലിനി, ദാ രാസ്നാദി. നീ തന്നെ ഇട്ട് കൊടുത്താ മതി.
എന്താ ശാലിനി? മോളുടെ അടുത്ത് ഞാൻ ആവശ്യമില്ലാത്ത അവകാശം എടുക്കാണെന്ന് നിനക്ക് തോന്നിയോ? സുസ്മിതയാണോ അതൊക്കെ പറഞ്ഞേ? എനിക്ക് പറ്റുന്നില്ല പ്രീതി. ഇവളില്ലാതെ, ഇവളെ കാണാതെ ചത്തുപോവും. ശാലിനി, ശാലിനി, ഈ കുഞ്ഞെന്ന് പറയുന്ന എന്റെ അല്ല, നിന്റെ തന്നെയാ. ഇവളിപ്പോ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കാരണം നീയും ശാരദാമ്മയും ഒക്കെയാ. ഇവളുടെ അടുത്ത് അധികാരം എടുക്കാനെന്നല്ല, തല്ലാനും കൊല്ലാനും വരെ അവകാശം നിനക്കേ ഉള്ളൂ. എന്റെ സഹോദരിയല്ലേ മോളെ നീ? പോകാൻ പറ ശൂർപ്പണകയോട്. നീ പിടിച്ചോ, പിടിക്കരി. എന്ത് വേണ ചെയ്തോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ ഇത്രയും സാരി ഒരുമിച്ച് കൊടുക്കാൻ പോകണം താൻ? അല്ല, ഗെറ്റ് ടുഗദർ എപ്പോഴാന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നല്ലൊരു സാരി ഇപ്പോഴേ സെലക്ട് ചെയ്തേക്കാന്ന് വെച്ചു. എന്നാ കേട്ടോ, നാളെ രാത്രിയാണ് പാർട്ടി. നാളെയോ? ദാ ഇപ്പൊ താഴെ വെച്ച് അച്ഛനോട് പറഞ്ഞതാ. അയ്യോ, എങ്കിൽ വേഗം വീട്ടിൽ വിളിച്ച് പറയണമല്ലോ. അല്ലടോ, ഫോണിലൊക്കെ വിളിച്ചു പറഞ്ഞ എങ്ങനെയാ? നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ പോയി നേരിട്ട് പറഞ്ഞിട്ട് വരാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അവരിങ്ങ് വന്നോളും. ഈശ്വര, നാളെ എന്ന് പറയുമ്പോ അപ്പൊ ഇനി എന്തെല്ലാം ചെയ്യാൻ കിടക്കുക? അത്യാവശ്യം ബന്ധുക്കളെയൊക്കെ അറിയിക്കണ്ടേ? എല്ലാരോടൊന്നും പറയണ്ട, അടുത്ത ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ആ, ഇനിയിപ്പോ അതിനുള്ള സമയമല്ലേ ഉള്ളൂ. തനിക്ക് അവന്തികടത്തേക്കാളും എക്സൈറ്റ്മെന്റ് ആണല്ലോ. അതങ്ങനെ തന്നെ വേണമല്ലോ. വേണം വേണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ താൻ ചെക്കന്റെ വീട്ടുകാരുടെ പക്ഷത്താണോ അതോ പെണ്ണിന്റെയോ? അതിനിപ്പോ എന്താ സംശയം? പെണ്ണിന്റെ തന്നെ. ചെക്കന്റെ വീട്ടുകാരായിട്ട് നിങ്ങൾ കുറെ പേരുണ്ടല്ലോ, പെണ്ണിന്റെ വീട്ടുകാരല്ലേ കുറവ്? നന്ദേട്ടം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിലും ഒരു കാരണവരുടെ മേൽനോട്ടം ഉണ്ടായിരുന്നേനെ. ശരിക്കും പറഞ്ഞ ഇത് നടന്നു കഴിയുമ്പോ ഏടത്തേക്ക് വലിയ സന്തോഷവും. നന്ദേട്ടന്റെ ഏട്ടത്തിയുടെയും ജീവിതം പാതി വഴിയിൽ അവസാനിച്ചു പോയി. എന്റേത് ഇങ്ങനെയായി. ഇനി ആകെയുള്ള പ്രതീക്ഷ സന്ദീപില്ല. അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അനഘയെക്കുറിച്ച് എന്താ തന്റെ അഭിപ്രായം? ചെറിയ കുറുമ്പുകളൊക്കെ കയ്യിലുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. സന്ദീപും അനഘയും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. സച്ചേട്ടൻ എന്താ പറഞ്ഞേ? പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു എന്ന്. അല്ല, അതല്ല, ആരൊക്കെ തമ്മിലാണെന്നാ പറഞ്ഞേ? സന്ദീപ് അനഘയും. അവര് തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഭാര്യ ഭർത്തക്കന്മാരാവുമ്പോ ചെറിയ ചെറിയ പിണക്കവും പരിഭവവും ഒക്കെ കാണുമല്ലോ. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഇല്ല, സന്ദീപും അനഘയും. താൻ എന്താ അർച്ചന, സന്ദീപും അനഘയും തമ്മില് വിവാഹം കഴിക്കുന്നതിനെ പറ്റിയല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്?
സന്ദീപും അനക്കയോ? സന്ദീപിന്റെ അനഘയുടെ വിവാഹക്കാര്യം പറയാനല്ലേ ഈ ഗെറ്റ് ടുഗദർ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, മഹിയോ? മുത്തശ്ശി, ഗംഗയൊന്ന് വിളിക്കാവോ? ഗംഗയോ? അവളിവിടെ ഇല്ലല്ലോ. അവളും മഹിയുടെ വീട്ടിലല്ലേ? അല്ല, ഗംഗ ഇങ്ങോട്ട് തിരിച്ചു വന്നിരുന്നു. ആണോ? എന്നിട്ട് അവൾ ഇവിടെ എത്തിയോ അതോ വഴിതെറ്റി എങ്ങോട്ടെങ്കിലും പോയോ എന്നൊക്കെ ആരെങ്കിലും അന്വേഷിച്ചായിരുന്നോ? അച്ഛനും അമ്മയും ആരുമില്ലാത്ത കുട്ടിയാ. അതിനെ ആ വീട്ടിൽ നിന്നും എല്ലാവരും കൂടി ചേർന്ന് ഇറക്കി വിട്ടില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ അന്വേഷിച്ചു വന്നത്? മുത്തശ്ശി പറഞ്ഞതെല്ലാം ശരിയാണ്. എല്ലാം എന്റെ തെറ്റാ. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഞാൻ വേണമെങ്കിൽ ഗംഗയോട് ക്ഷമ ചോദിക്കും. അയ്യോ, മഹേട്ടാ. ഗംഗ, ഗംഗ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങനെ പറയല്ലേ മഹേട്ടാ. ക്ഷമ പറയാൻ മഹേട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മഹേട്ടന് ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. മാളു ഗംഗയെ കാണാതെ വലിയ വിഷമത്തില്ല. ഗംഗ പോയതിൽ പിന്നെ മാളു ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ കരഞ്ഞു കരഞ്ഞു ഉറങ്ങി. രാവിലെ മാളുവിന് വയ്യാതായി. പൊള്ളുന്ന പനിയായിരുന്നു. ഇപ്പോ മാളു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അയ്യോ, പാതി മയക്കത്തിലും അവള് ഗംഗയാണ് അന്വേഷിക്കുന്നത്. അയ്യോ, ശ്രീ മഹേശ്വര, മാളൊന്നും പറ്റാതെ രക്ഷിക്കണേ. അവിടുന്ന് വന്നതിൽ പിന്നെ ഇവളും ഒന്നും കഴിച്ചിട്ടില്ല. എപ്പോഴും എന്റെ മാളു, എന്റെ മഹിയേട്ടൻ എന്നും പറഞ്ഞിരിപ്പ. മുത്തശ്ശി, ഗംഗയെ എന്റെ ഒപ്പം തിരിച്ചയക്കണം. ഇനി ഒരു സങ്കടവും ഗംഗയ്ക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും വേണ്ട മഹി. എത്രയൊക്കെ ആയാലും ഗംഗ അവിടെ അധികപ്പറ്റായിരിക്കും. ഇനിയും അവൾ അവിടെ ഒന്ന് നാണം കെടാൻ ഞാൻ സമ്മതിക്കില്ല. മോൻ തിരിച്ചു പൊയ്ക്കോ, അതാ നല്ലത്. മാളുവിന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ വയ്യ. അതാ ഞാൻ വന്നത്. ഗംഗയോട് ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്നറിയാം. അതുകൊണ്ടാ എനിക്കിപ്പോ തിരിച്ചു വരേണ്ടി വന്നത്. എന്നോട് ക്ഷമിക്കാൻ ഗംഗയ്ക്ക് സാധിക്കുമെങ്കിൽ മാളുവിന് വേണ്ടി ഗംഗ വരണം. ഞാൻ 5 മിനിറ്റ് വണ്ടിയിലിരിക്കും. ഗംഗ വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും. പക്ഷെ ഗംഗ വരുമെന്നാണ് എന്റെ ആഗ്രഹവും പ്രതീക്ഷയും. ഇല്ല, അവള് വരില്ല. ഗംഗ അകത്ത് പോ. മുത്തശ്ശി, ഞാൻ അകത്ത് പോകാൻ. വാ ഇങ്ങോട്ട്. മുത്തശ്ശി, ഞാൻ പറഞ്ഞോട്ടെ. വരാനല്ലേ പറഞ്ഞത്? മുത്തശ്ശി, ഇങ്ങോട്ട് വാ. അയ്യോ, വരാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചു എന്ന പശ്ചാത്താപത്തിൽ ഊരുകയായിരിക്കും ഇവളിവിടെ ജീവിക്കുക. എന്തിനാ അങ്ങനെ ഒരു വിധിയിലേക്ക് ഇവളെ വലിച്ചെറിയണം? മതി. എന്റെ പേരിൽ ഇനി ആരും ഇവിടെ ഒച്ച വെക്കണ്ട. എനിക്ക് ആരുടെ സഹതാപവും വേണ്ട. സഞ്ജുനെ സ്വീകരിക്കട്ടെ. സഞ്ജു ഞാനും തമ്മിൽ ഇനി ഒരു വിവാഹം ഉണ്ടാവില്ല. വിവാഹം എന്റെ സ്വപ്നവും അല്ല. സ്വാതി, ഞാൻ ആ
പഴയ സ്വാതി അല്ല സഞ്ജു. ഇനിമേൽ ദൈവത്തെ ഓർത്ത് സഞ്ജു എന്റെ പിന്നാലെ വരരുത്. അതെന്റെ അവസ്ഥയെ അപമാനിക്കുന്നതിന് തുല്യവാ. സഞ്ജുവിന് വിധിച്ച പെണ്ണ് സഞ്ജനയാ. അയ്യോ, എന്റെ മോള് പറഞ്ഞതാ എനിക്കും കാഞ്ചനയ്ക്കും പറയാനുള്ളത്. ഈ കുടുംബം നിലനിന്നു പോട്ടെ, ഈ വിവാഹം നടക്കട്ടെ. സഞ്ജുവിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് ചെയ്ത്. അച്ഛൻ വാക്കു കൊടുത്തേക്ക്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഗംഗാധര പണിക്കർ ഒരു തീരുമാനം പറയണം. മമ്മി ധൃതി പിടിക്കാതെ, ഇപ്പൊ നമുക്ക് പോവാം. എനിക്കിനി കാത്തിരിക്കാനാവില്ല. രണ്ടിലൊന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നമുക്ക് ഈ വിവാഹം നടത്താം അച്ഛ. സഞ്ജുവിന്റെ എതിർപ്പ് അച്ഛൻ വാക്ക് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. നടക്കില്ല. നിങ്ങൾ മോളെ വിളിച്ച് പോവാൻ നോക്ക്. മോനെ വേണ്ട. നമ്മുടെ കുടുംബത്തെ ഗ്രസിച്ച പാവം തീരാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് എനിക്ക് തിരുത്തണം. അതിന്റെ കാരണക്കാരൻ നിന്റെ അച്ഛനായിരുന്നെങ്കിൽ അത് തിരുത്താനുള്ള ബാധ്യത നിനക്കുണ്ട്. മുത്തച്ഛനെ മോൻ ധിക്കരിക്കരുത്. ഒന്നും കാണാനും കേൾക്കാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് അവനെ. ഗൗരിയുടെ മോളെ എന്റെ മോൻ സ്വീകരിക്കണം. മുത്തശ്ശ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കരയരുതമ്മ. ഈ വേദന എങ്ങനെ നിനക്ക് നെഞ്ചിലടക്കാൻ കഴിയുന്നു മോളെ? എനിക്ക് വേദനയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എത്ര വർഷം സഞ്ജുവിനെ സ്നേഹിച്ചതാ ഞാൻ. അച്ഛനെയും അമ്മയേക്കാൾ സഞ്ജുവാണ് എനിക്ക് വലുതെന്ന് തീരുമാനിച്ച നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. സഞ്ജു ഇപ്പോ എന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് മനസ്സിലാവുമ്പോ ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ 10 മടങ്ങ സഞ്ജു അനുഭവിക്കുന്നത്. എന്നോട് യാചിക്കാനുള്ള മനസ്സുമായിട്ട് സഞ്ജു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്റെ 2 കണ്ണുകളും നാളെ ഇല്ലാതായാലും സഞ്ജു എന്നെ കൈവിടില്ല. എന്നോടുള്ള സഞ്ജുവിന്റെ സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു പോകത്തുമില്ല. എന്റെ കുറവുകളെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും സഞ്ജു കുറവായി കാണില്ല. സഞ്ജുവിന് അതിന് കഴിയില്ല. ഞാനില്ലാതെ സഞ്ജുവിനൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവില്ല. എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന സഞ്ജുവിനെ
ഞാനായിട്ട് വേണ്ടെന്ന് വെക്കുന്നതിന്റെ വേദന എനിക്ക്. എങ്ങനെ എനിക്ക് കഴിയുവച്ച സഞ്ജുവിന്റെ സങ്കടം കണ്ട് മുഖം തിരിച്ചു പോകാൻ? അച്ഛനാ വിവാഹത്തിന് സമ്മതം മൂളി കഴിഞ്ഞു. ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന് അതാവശ്യമാ മോളെ. അത് അംഗീകരിക്കാനല്ലാതെ നമുക്കൊന്നിനും കഴിയില്ല. സഞ്ജുവിനെ അവന്റെ വഴിക്ക് വിടാം. സാഹചര്യങ്ങൾ അവനെ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കും. അവൻ പിന്നീട് അതിൽ ജീവിച്ചോളൂ. നമുക്ക് നമ്മുടെ വിധി. അല്ലെങ്കിൽ എന്റെ മോൾ അധികപ്പറ്റാവും. കവിതയായിട്ട് അതിന്റെ വഴിമരുന്നിട്ട് കഴിഞ്ഞു. ഈ വേദന മോള് സഹിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വേദന മോൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ഞാനത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞു. ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോയെങ്കിലും ഇനി അതുണ്ടാവില്ല. നമുക്ക് നമ്മള് മാത്രം മതി അച്ഛ. അച്ഛ നമുക്ക് ഇവിടെ നിന്ന് പോവാ അച്ഛ. വിവാഹം കഴിയുന്നത് വരെ ഇനി സഞ്ജുവിനെ കാണരുത്. പോവാ മോളെ, നമുക്ക് പോകാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ഫയല് മടക്കി വെച്ച് ആഹാരം കഴിക്കൂ വിഷ്. അല്ല, ഇന്നാരാ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത്? എന്താ രണ്ടുപേരുടെ നാവ് ഇറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അല്ല, എന്നും ഇല്ലാത്തൊരു ടേസ്റ്റ്. നന്നായിരിക്കുന്നു. ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ആണോ? വിശാലിന് ഇഷ്ടമായെങ്കിൽ എന്നും ഞാൻ തന്നെ തയ്യാറാക്കിക്കോളാം. പാർവതി, 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 പാർവതി. എന്തിനാ അവളെ വിളിക്കുന്നേ? അവളും കൂടെ വരട്ടെ. അവളും കൂടെ ഇതൊന്നും പഠിക്കണമല്ലോ. വിശാൽ സർ, ഇന്നാരാ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയത്? പാർവതിയാണോ? അല്ല, ജാസ്മിനും അപ്പച്ചിയും കൂടിയാ. എന്നോട് പുറത്തു പോവാൻ പറഞ്ഞു. അത് പറ. ഇത് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അത് ബോധ്യാവുകയും ചെയ്തു. ഒരു ടേസ്റ്റും ഇല്ല. ഇഡ്ഡലി ആണെങ്കിലേ പാറക്കല്ല് പോലെ, ഒരു മയവും ഇല്ല. ഇഡലി ഉണ്ടാക്കിയതേ ആന്റിയാ. ആണോ? ആന്റി. അല്ല ജാസ്മിൻ, ആഹാരം രുചികരമാണെങ്കിലേ കൈപുണ്യം ഉണ്ടാവണം. കൈപുണ്യം ഉണ്ടാവണമെങ്കിലേ അമ്മയുടെ കൂടെ ചെറുപ്പത്തിലെ അടുക്കളയിൽ കയറണം. എന്റെ കൈപ്പുണ്യം അറിയണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കണം. അല്ലെ, ഈ ഇഡലി ആന്റി ഉണ്ടാക്കിയതാണെന്നല്ലേ നീ പറഞ്ഞത്? അതെ, പക്ഷേ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയതാ.
ഇത് സാമ്പാറാണോ അതോ പച്ചക്കറി രസോ? ഉപ്പുമില്ല മുളകുമില്ല, പരിപ്പാണെങ്കിൽ വെന്തിട്ടുമില്ല. ഉപ്പിട്ടത് ആന്റിയാ, ഞാൻ പിന്നെ തവി വെച്ചത് ഇങ്ങനെ ഇളക്കിയതേ ഉള്ളൂ. നീ കൂടുതൽ ഇളക്കാൻ നിൽക്കാതെ എടുത്തോണ്ട് പോയേ. സർ, പോവാൻ ധൃതിയില്ലെങ്കിൽ ഞാൻ ആഹാരം ഉണ്ടാക്കി തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാലിനെ കുറ്റം പറയാൻ പറ്റില്ല. നീ ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? വായിൽ വെക്കാൻ കൊള്ളത്തില്ല. അത് ശരി, ഇപ്പൊ കുറ്റക്കാരൻ ഞാൻ മാത്രമായില്ലേ? ഈ സാമ്പാർ ഉണ്ടാക്കിയ സമയത്ത് സൂപ്പറാ കിടലാന്നൊക്കെ തള്ളി മറിച്ചതാരാ? ആ, അപ്പ സൂപ്പറായിരുന്നു. ചിലപ്പോ തണുത്തു പോയതുകൊണ്ടായിരിക്കും ഫ്ലോപ്പായി പോയത്. സാമ്പാർ ഫ്ലോപ്പായതിലല്ല എന്റെ സങ്കടം. പിന്നെന്താ നിന്റെ സങ്കടം? ആ പാർവതിക്ക് മുമ്പിലാ ഞാൻ ഇൻസൾട്ട് ആയത്. വിശാല് ചോദിക്കാ, ഇത് സാമ്പാറാണോ രസമാണോന്ന്? എന്റെ തോലി ഉരിഞ്ഞു പോയി ആന്റി. ചുരുക്കി പറഞ്ഞ ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് ഉള്ള ഇംപ്രഷൻ കൂടി പോയി കിട്ടി. അങ്ങനെ ആ ക്രെഡിറ്റും പാർവതി ചുളുവിനെ അടിച്ചെടുത്തു. അങ്ങനെയൊന്നും തോൽക്കുന്നവളല്ല ഈ ജാസ്മിൻ. ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. നോക്കിക്കോ ആന്റി, അവൾക്ക് ഞാൻ പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മോശമായ സ്ഥിതിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വടകൾ കൊണ്ടുപോയി വിശാൽ സാറിന് കൊടുക്കാം. പാവം വിശന്നിരിക്കായിരിക്കും. ഈ എണ്ണയിൽ കുളിപ്പിച്ചെടുത്ത വടയാണോ നീ വിശാലിന് കൊടുക്കാൻ പോകുന്നത്? അതെന്താ അങ്ങനെ പറഞ്ഞേ? നിനക്കറിയില്ലേ ഓയിലി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും വിശാൽ കഴിക്കില്ലാന്ന്? ഇതൊക്കെ കൊടുത്ത് വിശാലിന്റെ ഹെൽത്ത് പ്രോബ്ലം ആക്കാനാണോ നിന്റെ പ്ലാൻ? മനസ്സിലായില്ല. വിശാലിന്റെ ആരോഗ്യം നശിപ്പിച്ചാലേ നിനക്ക് സമാധാനാവുള്ളൂന്ന്. അയ്യോ, വിശാൽ സാറിന്റെ ആരോഗ്യത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഈ വടയിലെ എണ്ണമായി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആന്റി. ഉഴുന്നുവടയിലെ എണ്ണമായി മാറ്റുന്നത് സിമ്പിൾ പണിയല്ലേ? അത് ഇതുവരെ നിനക്കറിയില്ലേ? ശോ, കഷ്ടം തന്നെ പാർവതി. നീ വലിയ പാചകറാണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് പറഞ്ഞതാ അപ്പച്ചി, എങ്ങനെ മാറ്റുന്നേ? ഒന്നുമില്ല പാർവതി, പേപ്പർ കൊണ്ട് വട നന്നായിട്ട് അമർത്തിയാ മതി. ഓയിലെല്ലാം പേപ്പറിൽ പിടിച്ചെടുത്തോളും. അതോടെ വട സൂപ്പറാവും. അങ്ങനെ ചെയ്താ എണ്ണമായി മാറുമോ? മാറുമെന്നോ? സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. അതിന് പേപ്പർ എവിടെ ഇരിക്കുന്നേ? ഡൈനിങ് ടേബിളിൽ കാണും. ആ ഫയലൊക്കെ വെച്ചിരിക്കുന്ന കൂട്ടത്തിലെ അതിൽ കാണും. അവിടെ ഇല്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞാ മതി. സാർ പോവുകയോ? വരുമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അശ്വതി, അശ്വതി, ശ്യാമേ, എടുത്തേ, നമുക്ക് തന്ത്രപരമായിട്ട് നീങ്ങി പറ്റൂ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ പൂജാമുറിയുടെ ഭാഗത്ത് പോയിട്ട് അവിടെയാണ് അശ്വതി ചേച്ചിയെ ഒളിപ്പിച്ചുവെന്ന് ഐശ്വര്യ ഇടത്തേക്ക് തോന്നിപ്പിക്കുന്നത് പോലെ ഞാൻ പോയി നിൽക്കാം. അപ്പോ പിന്നെ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കും.
വഴക്കോ? അതെന്തിനാ? ഓ എന്റെ അമൃതെടുത്തി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ എടുത്തി എന്റെ കൂടെ നിന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ശരി ചെല്ല, ഒന്ന് സൂക്ഷിച്ചോളേ. അശ്വതി, അശ്വതി, അശ്വതി. അശ്വതി, പോ. അശ്വതി. അശ്വതി, 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 അശ്വതി. എന്താ ഐശ്വര്യ, എന്തു പറ്റി? ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് എല്ലാം മനസ്സിലായി. ആദ്യേട്ടനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അശ്വതിയെ മാറ്റിയിരിക്കുന്നെ. ഐശ്വര്യ അത് ശരി, അവൾ ഇവിടെ ഉണ്ടല്ലേ? മോറടി അങ്ങോട്ട്. എവിടെയടി അവള്? ഏതവള്? ഐശ്വര്യ അടുത്തേക്ക് എന്താ പറ്റിയേ? എന്തിനെ കുറിച്ചായി പറയുന്നേ? ഞാനിപ്പോ വരാം. മോറടി ഇങ്ങോട്ട്. അശ്വതി വാ വാ വാ. ഞാൻ എല്ലായിടത്തും നോക്കും, അവളെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. വേമ മാറങ്ങോട്ട്. വേമ വേമ ഇവിടെ നിൽക്ക. ഇവിടെ ചേച്ചിന്റെ മോളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അശ്വതി, ഇവിടെ നിൽക്ക. അമൃതെടുത്തി, അരുണേട്ടൻ അശ്വതി ചേച്ചി കണ്ടാ പിന്നെയുള്ള അവസ്ഥ എന്താണെന്നറിയാലോ. അയ്യോ ശ്യാമേ, എത്രയും പെട്ടെന്ന് അശ്വതി ചേച്ചി വീടിന് പുറത്തെത്തിക്കണം. എന്നിട്ട് ശ്രീകുട്ടി അരുണേട്ടൻ കാണാതെ മാറ്റണം. ഞാനേ ആദ്യം അശ്വതി പുറത്തെത്തിക്കാം. നീ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ അമ്മയുടെ റൂമിലെ ശ്രീകുട്ടി, അരുണേട്ടനും റൂമിലാ ഉള്ളത്. അശ്വതി, ശ്യാമേ. എന്ത് ദൈവമേ, ഐശ്വര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞങ്ങള് തമ്മില് ചിലപ്പോ വലിയ ഇടി നടന്നിരിക്കാം. എടുത്ത് പേടിക്കരുത്. അയ്യോ എന്തിന്? ഓ ഐശ്വര്യയുടെ ശ്രദ്ധ മാറ്റാനുള്ള നമ്പറാ. അശ്വതി, അശ്വതി, അശ്വതി. എന്റെ ഐശ്വര്യത്തെ വീണ്ടും വരും. അശ്വതി, ഇവിടെ എവിടെ പോയിരിക്കാം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആന്റി വെറുതെ തമാശ പറഞ്ഞതാ. പിന്നെ തമാശ? ഇതിനോട് തമാശ പറഞ്ഞു കളിക്കുന്നേ? എല്ലാം ഫ്രോഡുകളോ. ഇനി നീ മിണ്ടി പോകരുത്. അതുമല്ല, എവിടെന്നോ കേറി വന്നൊരു കൊച്ചിന് വേണ്ടി ഭാര്യയെ ചവിട്ടി തേക്കുന്നോ? സ്വന്തം അച്ഛനാരാണെന്ന് പോലും അറിയാത്തൊരു കൊച്ചു. എന്താ എന്താ കാര്യം? ഒന്നുമില്ലമ്മേ, ഈ പാവം കുട്ടിയെ ഓരോന്ന് പറഞ്ഞ് ഐശ്വര്യ വെറുതെ പേടിപ്പിക്കുക. അല്ല, പറയുന്ന കേട്ടത്തോന്നല്ലോ അരുണിന്റെ കുട്ടിയാണ്. എന്താ മോളെ ഇത്? കുട്ടികളോട് സ്നേഹത്തോടെ വേണ്ടേ സംസാരിക്കാൻ? മോളെ വാ, നമുക്ക് മുത്തശ്ശിയുടെ മുറിയിലിരിക്കാം. വന്നേ. വാ അമ്മ. എന്താ ആന്റി? പറയാം, പെട്ടെന്ന് വാ. പെട്ടെന്ന് അതൊക്കെ പറയാം, വേഗം വാ. മോളെ, അമ്മേ, കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞുതരും. നിങ്ങൾ വേഗം ചെയ്യും. അമൃതേ, എന്റെ ബാഗൊക്കെ ഞാൻ കൊണ്ടുതരാം. നിങ്ങൾ പൊയ്ക്കോ. ഈ വീട്ടിൽ എന്തൊക്കെയോ ഒളിച്ചുകളി നടക്കുന്നുണ്ട്. എല്ലാം ഞാൻ കണ്ടുപിടിക്കും. എന്താ മോളെ ഇത്? ആ കുട്ടി പേടിച്ചു പോയി കാണില്ലേ?
നിങ്ങളുടെ ഒരു കുട്ടികളോടുള്ള സ്നേഹം നോക്കിയോ. ഈ വീട്ടിലെ എല്ലാ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും. അശ്വതി, ഇവൾ എങ്ങോട്ട് പോയി? അശ്വതി, അമ്മേ. ആ അശ്വതി ശ്രീകുട്ടി എവിടെയാ? ആഹാരം കഴിക്കാൻ നോക്കുമ്പോ അവരെ കാണുന്നില്ല. അവര് പോയെന്നാ തോന്നുന്നേ. അവര് പോയിന്നോ? എവിടെ പോവാൻ? അമൃതേ, അമൃതേ, അതാ വരുന്നമ്മേ. എന്താമ്മേ? ഈ അമൃതയുടെയും ശ്യാമയും കൂടെ അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് എനിക്ക് തോന്നുന്നേ. എന്താ ഐശ്വര്യടുത്ത് എന്തൊക്കെയാ പറയുന്നേ? ആരെ പറഞ്ഞു വെച്ചെന്നാ ഈ പറയുന്നേ? മോളെ, അന്ന് ആശുപത്രിയില് അമ്മയ്ക്ക് ബ്ലഡ് തന്നില്ലേ ആ കുട്ടി അശ്വതി? ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടു. ഒരു സന്തോഷമല്ലേ എന്ന് കരുതി അശ്വതിയും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ആണോ അമ്മേ? എന്നിട്ട് ആ കുട്ടി വന്നായിരുന്നോ? അയ്യോ, എന്നിട്ട് അതെവിടെ പോയി? കണ്ടോ കണ്ടോ, രണ്ടുപേരും കൂടെ അഭിനയിക്കും അമ്മേ. അവൾ എവിടുന്ന് ഓടിച്ചത് ഇവര് രണ്ടുപേരും കൂടിയാ. ഇവരെന്തിനാ അവരെ ഓടിക്കുന്ന മോളെ? അതെന്തിനാന്ന് വെച്ചാലേ, വേണ്ട, ഈ തള്ള ഇപ്പൊ ഒന്നും അറിയണ്ട. കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ. ബോംബ് കൃത്യമായി പൊട്ടിക്കേണ്ട സമയത്തങ്ങ് പൊട്ടിക്കുന്നതായിരിക്കും നല്ലത്. മോളെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ലമ്മേ. എന്നാലും ഒരു വാക്ക് പോലും പറയാതെ അവരിവരെ പോയത് കഷ്ടമായല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കക്ഷി വലിയ സീരിയസാ. ഞാനൊരു ചോക്ലേറ്റ് വെച്ച് നീട്ടിയിട്ട് മൈൻഡ് ചെയ്തില്ല. നമ്മുടെ അച്ചുമാമൻ ഗഹനമായ എന്തോ ചിന്തയില്ല. കളിയാക്കിയത് മതി. വാ, എന്താന്ന് ചോദിക്കാം നമുക്ക്. അച്ചൂട്ടാ, എന്തു പറ്റി നിനക്ക്? എന്താ നീ ഇങ്ങനെ പിണങ്ങി വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? എന്റെ അച്ഛൻ എവിടെയുള്ളത്? അമ്മ പറ, ആരാ എന്റെ അച്ഛൻ? എവിടെ എന്റെ അച്ഛൻ ഇപ്പോ ഉള്ളത്? അതോ, അത് മോന്റെ അച്ഛനുണ്ട്. വരൂ ഉടനെ. വെറുതെ ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, എവിടെയുണ്ട്? എന്താ എന്റെ അച്ഛന്റെ ജോലി? എന്റെ അച്ഛന്റെ പേരെന്താ? അത് പറ. മോന്റെ അച്ഛൻ മോന്റെ അച്ഛനെ വലിയൊരു നേവി ഓഫീസറാ. വലിയ കപ്പലും മുങ്ങിക്കപ്പലും ഒക്കെ ഓടിക്കുന്ന ഒരു പട്ടാള ഓഫീസർ. എന്നിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അച്ഛനെ. എന്നെ അമ്മയും കാണാൻ അച്ഛൻ ഇതുവരെ വരാത്ത കാരണം എന്താ? നീ കുഞ്ഞായിരുന്നപ്പോ വന്നിട്ടുണ്ടടാ, നിനക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാ. ഞാനിപ്പോ കുഞ്ഞല്ലല്ലോ, വലുതായില്ലേ. എന്നിട്ട് പിന്നീട് വരാത്തത് എന്താന്നാ ഞാൻ ചോദിച്ചേ. അങ്ങനെ എപ്പോഴെപ്പോഴും വരാൻ പറ്റുന്ന ജോലിയല്ല മോന്റെ അച്ഛന്. വലിയ ഓഫീസർ ആവുമ്പോ വലിയ വലിയ ചുമതലകൾ കാണും, പ്രത്യേകിച്ചും പട്ടാള ഓഫീസർമാർക്ക്. അതുകൊണ്ട് വിചാരിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ലീവ് കിട്ടില്ല. അതാണ് കണ്ണപ്പനെ കാണാൻ എപ്പോഴെപ്പോഴും ആള് വരാത്തത്. ശരി, ആയിക്കോട്ടെ. വരാൻ ലീവില്ലെങ്കിൽ വരണ്ട, പക്ഷെ സംസാരിക്കാലോ. അമ്മ അച്ഛനെ ഫോണിൽ വിളിച്ചാ ഇപ്പൊ തന്നെ സംസാരിക്കട്ടെ ഞാൻ. അയ്യോ, അത് പറ്റില്ല മോനെ. വലിയ പട്ടാള ഓഫീസർമാരെ ഒന്നും അങ്ങനെ ഫോണിൽ വിളിക്കാൻ പറ്റില്ല. മോ നന്നായി പഠിച്ചാ മതി, അച്ഛനെ പോലെ വലിയ ഓഫീസർ ആവാൻ പറ്റും. അപ്പൊ പിന്നെ എന്നും കാണാലോ. എന്താ, അതുപോലെ മോന്? ശരി. ഞാൻ വലിയ പരീക്ഷയൊക്കെ പാസ്സായി വലിയൊരു പട്ടാള ഓഫീസർ ആവും, നോക്കിക്കോ. എന്നിട്ട് വേണം ടിഷു 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 ശത്രുക്കളെയൊക്കെ വെടിവെച്ച് തോൽപ്പിക്കാൻ.
അത് തന്നെ, അങ്ങനെ വേണം ആൺകുട്ടികള്. ഇനി അച്ചൂട്ടമ്മ നമുക്ക് അത്താഴം കഴിക്കാം. ടിഷ്യൂ 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 ടിഷ്യൂ. വേറെ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കാമായിരുന്നു. ഈ അച്ഛനെ ഞാൻ ഇനി എവിടെ പോയി ഉണ്ടാക്കും? ആകെ പെട്ട മട്ടാണല്ലോ എന്റെ ഈശ്വര. ആ കല്യാണ വീട്ടിൽ വന്ന ആരോ കൊളുത്തി വിട്ടതാണെന്ന് തോന്നുന്നു വല്യേച്ചി. ആരായിരിക്കുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആരായാലും അച്ഛന്റെ മനസ്സിൽ അയാളെ കുത്തിക്കയറ്റിയിരിക്കുന്നത് വിഷമാണ്. മാരകമായ കാളകൂട വിഷം. അതിനെ അച്ഛന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തുമെന്ന എന്റെ പേടി. എന്നാലും ആരായിരിക്കും അത്? നിനക്കാരെങ്കിലും ഊഹിച്ച് പറയാൻ പറ്റുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.